ഇപ്പോ ഈ AKG സെന്ററിന്റെ എന്തോ കൺവെൻഷൻ സെന്ററോ അങ്ങനെ എന്തോ ഒരു ഹോളോ മറ്റോ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേദിയിൽ മിനിഞ്ഞാന്ന് ഈ പിണറായി വിജയൻ അവിടെ കയറിയിട്ട് കുറച്ച് ന്യായീകരണങ്ങൾ പറഞ്ഞു. അതായത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണ് എന്നാണ് ഈ ഒരു ആള് കരുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ കയറിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കുക. വെറും വിഡ്ഢിത്തരങ്ങളും നുണകളും അതേപോലെ തന്നെ ഗിമ്മിക്കുമാണ് പറയുന്നത്. കാരണം കേരള ജനങ്ങളുടെ മനസ്സിൽ ഉണരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ PV അൻവറുടെ വെളിപ്പെടുത്തലിന് ശേഷം അതിന് മറുപടി പറയുന്ന പകരം ജനങ്ങളെ വിഡ്ഢികളാക്കി രക്ഷപ്പെടാമെന്നാണ് കരുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ചില തരികിട ഈ ഒരു വിജയ മുതലാളി പറയണ കേട്ടു നോക്കി. നമ്മൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പേരെങ്കിലും അത് കരിപ്പൂരിലാണല്ലോ, മലപ്പുറം ജില്ലയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തുക. അല്ല, കോഴിക്കോട് വിമാനത്താവളം എന്ന് പേരുണ്ടെങ്കിൽ അപ്പൊ പിന്നെ കോഴിക്കോട് പിടിച്ചെന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചു പറഞ്ഞാൽ പോരെ. പിന്നെ കരിപ്പൂരിലാണ് ഈ വിമാനത്താവളം, അതുകൊണ്ടാണ് ഇതിനെ മലപ്പുറം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ പലതും പറയാം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചെന്ന് പറയാം, കുണ്ടോട്ടിൽ നിന്ന് പിടിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പിടിച്ചെന്ന് പറയാലോ. ഇതൊക്കെ വിട്ടിട്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാണ് പിടിക്കുന്നത്. ഇനി കൂടുതൽ കേട്ടു നോക്കേ. അതാ ജില്ലക്കെതിരായുള്ള കാര്യമല്ലോ. സ്വർണ്ണ കള്ളക്കടത്തുകാര്, ഹവാല ഇടപാടുകാര്, അവരെ പിടികൂടുമ്പോ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത്? കണ്ടല്ലേ, ഈ രൂപത്തിലാണ് ആൾക്കാരെ വിഡ്ഢികളാക്കുന്നത്. അതായത് മൂപ്പരിപ്പോ പറഞ്ഞു കൊണ്ടുവരുന്നത് ഹവാല ഇടപാടുകാരെ പിടിക്കുമ്പോ, സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടിക്കുമ്പോ ചിലർക്ക് പൊള്ളുക അത്രേ. ആർക്കും പൊള്ളില്ല. PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നല്ല. മൂപ്പര് പറഞ്ഞത് തികച്ചും വേറെയാണ്. അത് മാത്രമല്ല, ഹവാല ഇടപാടിനെ കുറിച്ചിട്ട് PV അൻവർ ഒന്നും പറഞ്ഞിട്ടില്ല. അതേ രസം. പിന്നെ പൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല, മൂപ്പര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാലേ, അതായത് ഉപരിയായിട്ട് എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയാണ്. സത്യത്തിൽ അങ്ങനെയാണോ? അങ്ങനെ നടക്കുകയാണെങ്കിൽ PV അൻവറിനെ പോലത്തെ ആൾക്കാർക്ക് ഇതിന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഇയാൾ പറഞ്ഞതുപോലെ നടക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പോലീസുകാർ പിടിക്കുന്നുണ്ട്. എങ്ങനെ പിടിക്കുന്നുണ്ട്? അതെന്താണ് ഈ ഒരു വിജയ മുതലാളി പറയാത്തത്? പിടിക്കുന്നത് എങ്ങനെയാണ്? കസ്റ്റംസ് പിടിക്കേണ്ട സംഗതി ഈ എയർപോർട്ടിൽ നിന്ന് ഈ യാത്രക്കാരൻ പുറത്തേക്ക് വന്നതിന് ശേഷം പോലീസാണ് പിടിക്കുന്നത്. അതെങ്ങനെയാണ്? പോലീസ് അല്ലല്ലോ പിടിക്കേണ്ടത്, കസ്റ്റംസ് അല്ലേ പിടിക്കേണ്ടത്. ഇനി കസ്റ്റംസ് പിടിച്ചില്ല, കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഈ ഒരാൾ പുറത്തേക്ക് വന്നതെന്ന് കൂട്ടുക. പോലീസുകാർക്ക് എങ്ങനെ മനസ്സിലായി ഇയാളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ട് എന്നുള്ളത്? പോലീസുകാർക്ക് എന്താ വല്ല മന്ത്രവാദോ വല്ല മാജിക്കോ അല്ലെങ്കിൽ വല്ല പിന്നെ ഈ ഉൾവിളിയോ അങ്ങനെ എന്തൊരു വല്ലതും ഉണ്ടോ? അപ്പൊ PV അൻവർ പറഞ്ഞത് ഇതൊന്നല്ല, അത് വേറെ സംഗതിയാണ്. PV അൻവർ പറഞ്ഞത് കസ്റ്റംസിൽ മനഃപൂർവ്വം സ്വർണം കണ്ടില്ല എന്ന് നടിച്ച് പുറത്തേക്ക് വിടും. എന്നിട്ട് പോലീസുകാരോട് വിളിച്ചു പറയും ഇങ്ങനെ സ്വർണം വന്നിട്ടുണ്ട്. അത് തന്നെ നിയമവിരുദ്ധല്ലേ? അത് തന്നെ രാജ്യദ്രോഹല്ലേ? അതിനെ കുറിച്ച് എന്താണ് ഈ മുതലാളി ഒന്നും പറയാത്തത്? മൂപ്പര് പറച്ചിലിട്ടില്ല. എന്ത് വൃത്തിയാണ് പോലീസുകാർ പിടിക്കുമ്പോ എന്താ അത്ര പൊള്ളുന്നത്? ഈ പിടുത്തത്തിനെ കുറിച്ചാണ് PV അൻവർ ചോദിച്ചത്. അതിനെ കുറിച്ച് എന്താ മറുപടി പറയാത്തത്? ധൈര്യം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് മറുപടി പറയട്ടെ. എന്നിട്ട് അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? അങ്ങനെ പോലീസ് പിടിച്ചതിന് ശേഷം ഈ സർക്കാരിലേക്ക് അത് കെട്ടിവെക്കുന്നുണ്ടോ? അതുമില്ല. 1 കിലോ സ്വർണം പിടിച്ചാല് 600 ഗ്രാം അകത്താക്കും. ബാക്കി 400 ഗ്രാം കള്ളക്കണക്കൊക്കെ കാണിച്ചിട്ട് എവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും, സർക്കാരിന് കൊണ്ടുപോയി കൊടുക്കും. ആ കണക്കാണ് ഇയാൾ പറയുന്നത്. 150 കിലോ പിടിച്ചു. 150 കിലോ സ്വർണം പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രേഖയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ 1000 കിലോ അകത്താക്കിയിട്ടുണ്ട്. അതെന്താണ് ഇയാൾ പറയാത്തത്? മൂപ്പര വർത്താനം എന്തൊരു സുന്ദരമാണ്. എല്ലതും ഇങ്ങനെ കൃത്യമായി പോവാണ്. അതിനെതിരെ പറയുന്നവർക്ക് പൊള്ളുകയാണ്. എന്താ വിഡ്ഢിയാക്കലില്ലേ? അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? എന്താണ് ഈ ഒലക്ക പറയുന്നത്? ഈ നിയമ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ടാണല്ലോ PV അൻവർ പറഞ്ഞത്. എങ്ങനെയാണ് ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ വീട് 3 വർഷം കൊണ്ട് രാജകൊട്ടാരം പോലെ ആയത്? എങ്ങനെയാണ് MR അജിത് കുമാർ കൊട്ടാരം പണിയുന്നത് കവടിയാർ പറഞ്ഞ സ്ഥലത്ത്? എങ്ങനെയാണ് ഈ ഒരു അജിത് കുമാർ 30 ലക്ഷത്തിന് വീട് വാങ്ങിയിട്ട് 65 ലക്ഷത്തിന് 10 ദിവസം കൊണ്ട് വിറ്റത്? ഇതൊക്കെയാണല്ലോ PV അൻവർ ചോദിക്കുന്നത്. അതിന് മറുപടി പറയല്ലേ വേണ്ടത്? ഈ വക കുത്തിത്തിരിപ്പ് വർത്താൻ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു, നിയമം എന്ത് ചെയ്യുന്നു, ഇത് എല്ലാ ജനങ്ങൾക്കും സാധാരണ അറിയാവുന്ന കാര്യമാണ്. തെറ്റ് ചെയ്താൽ പോലീസ് കേസെടുക്കും, പിടിക്കും, ജയിലിടും. അത് വേറെ കാര്യമാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് അതല്ലല്ലോ. പോലീസുകാർ തന്നെ കൊള്ളസംഘം നടത്തല്ലേ? അതിന്റെ കൂട്ടുകാരാണ്
ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പോലീസുകാർ അവർക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ്? ഈ പിണറായി വിജയന്റെ സെക്രട്ടറി. ആ സെക്രട്ടറിക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ്? ഇയാളാണ് കൊള്ളത്തലവൻ. അത് കാരണമാണ് ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ വലിയ മൃദുവായ കാര്യങ്ങൾ ആർക്കും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ ഇങ്ങനെ വലിയ ശീതീകരിച്ച വാക്കുകൾ പറയുന്നത് കേട്ടു നോക്കി. ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ? ഭയങ്കരം തന്നെ. അതായത് സ്വർണം പിടിക്കുന്നു പോലീസുകാര്. അപ്പൊ ആ പോലീസുകാർക്കെതിരെ സംസാരിക്കുന്നു എന്ന രൂപത്തിലാണ് ഇവർ പറയുന്നത്. അവിടെ ഇരിക്കുന്ന അടിമകൾ കണ്ടില്ലേ മിണ്ടാതിരിക്കുന്നത്? അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം സംഗതി ഇതൊന്നല്ല. പോലീസ് പിടിക്കുന്ന രീതി തന്നെ തെറ്റാണ്. കസ്റ്റംസറും പോലീസുകാരും കൂടി മിക്സ് ആയിട്ട് സ്വർണം അടിച്ചു മാറ്റാണ്. അതവർക്കറിയാം. അതിന്റെ കമ്മീഷൻ ഈ പിണറായി വിജയൻ വിഴുങ്ങുന്നുണ്ട്, അതും അറിയാം. ഈ പറഞ്ഞ അജിത് കുമാർ കോടികൾ ഉണ്ടാക്കിയിട്ട് വിദേശത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, സിംഗപ്പൂരിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ദുബായിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എല്ലാവരും ഉണ്ടാതിരിക്കുകയാണ്. എന്ത് മനോഹരമായ വാക്കുകൾ. സോപ്പിട്ടാലും കൂടി ഇത്ര മയം കിട്ടൂല. എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത്? കണ്ടില്ലേ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തെന്നാണ്? അതായത് PV അൻവർ പോലീസുകാർ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെതിരെ പറഞ്ഞു, അതിനെ തടസ്സം സൃഷ്ടിച്ചു എന്ന രൂപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജനങ്ങളൊക്കെ എന്താ ഇത്ര പൊട്ടന്മാരാണോ? PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇത് മാത്രമല്ലല്ലോ. എന്നിട്ട് നിരപരാധികളായ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുന്നത് ഈ പോലീസുകാരാണ്. എന്നിട്ട് ആ കേസിൽ നിന്ന് തലയൂരാൻ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങണം 5 ലക്ഷം 10 ലക്ഷം. അതിനും പുറമെ പോലീസ് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അനധികൃത ബിൽഡിംഗ് നിർമ്മിക്കുകയാണ് ഈ അജിത് ദാസിനെ പോലത്തെ പോലീസുകാർ. എന്നിട്ട് ആ ബിൽഡിങ്ങിന് ഗുണ്ടാ പിരിവ് നടത്തുകയാണ് വ്യവസായികൾ എടുത്തുന്നത്. ഇതാ ഞങ്ങളുടെ ഇവിടെ ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട്, അതിന് 25 ലക്ഷം വേണം 30 ലക്ഷം വേണം പറഞ്ഞിട്ട് 5 കോടി 10 കോടി പിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു നാറിയൊരു ബിൽഡിംഗ് 20 ലക്ഷത്തിന്റെ, ബാക്കിയൊക്കെ കീശയിലിടുന്നു. ഇതെന്താണ് ഇയാൾ പറയാത്തത്? വലിയ സ്റ്റേജിൽ കയറിയിട്ട് പോലീസുകാരെ തടയാൻ പാടൂ എന്നൊക്കെ വലിയ വീമ്പറക്കുന്നുണ്ടല്ലോ. ഇതൊന്നല്ലല്ലോ PV അൻവർ പറഞ്ഞത്. PV അൻവർ പറഞ്ഞതും ഇയാൾ പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? തെറ്റ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തെറ്റ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ അജിത് കുമാർ പോയിട്ട് രഹസ്യമായിട്ട് RSS നേതാക്കന്മാരെ കണ്ടതോ? RSS എന്ന് പറയുന്നത് തീവ്രവാദി സംഘടനയാണല്ലോ. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരാളാണല്ലോ ഇയാള്. സംസ്ഥാനത്തിലെ സുരക്ഷ കൈകളിലുള്ള ഒരു പോലീസുകാരൻ എന്തിനാണ് ഈ തീവ്രവാദി സംഘടനയുടെ നേതാവിനെ രഹസ്യമായി കാണാൻ പോയത്? ഇങ്ങനെയാണോ നിയമം പാലിക്കുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും വല്ലതും പറയോ? ഇല്ല. കാരണം എന്താണ്? 1-ാം നമ്പർ RSS ചാരനാണ് ഇയാള്. അതുകൊണ്ടാണ് ഇതൊന്നും പറയാതെ മനോഹരമായ, അത് ജനങ്ങൾ കേട്ടാല് ചൂലെടുത്ത് അടിക്കും അങ്ങനത്തെ വാക്കുകളാണ് ഈ പറയുന്നത്. തെറ്റായ നടപടികൾ സ്വാഭാവികമായും അംഗീകരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ഉണ്ടാവും. അതുകൊണ്ടാണോ സ്വപ്ന സുരേഷും ശിവശങ്കറിനൊക്കെ ഇയാളുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് മലദ്വാറിൽ കെട്ടുകണക്കിന് സ്വർണം കൊണ്ടുവന്നപ്പോ മിണ്ടാതിരുന്നത്? അങ്ങനെയാണല്ലേ നിയമ നടപടി എടുക്കുന്നത്? 5 കൊല്ലം കൊണ്ട് 150 കിലോയുടെ കാര്യമാണ് മലപ്പുറത്തെ കാര്യം പറയുന്നത്. 2019 2020 1 കൊല്ലം കൊണ്ട് 138 കിലോ സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ കൂടി ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അന്ന് സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങാത്ത സമയമില്ലായിരുന്നു. അന്ന് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കൂടത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 138 കിലോ ഇറങ്ങിയതിനകത്ത് സ്മഗ്ലിങ്ങും ഹവാലയും ടെററിസം ആന്റി സ്റ്റേറ്റും ആന്റി നാഷണലും അന്ന് മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലേ? ഇപ്പൊ മാത്രം എന്തിനാണ് ഇത് കൊണ്ടുപോയി മലപ്പുറത്ത് ടാഗ് ചെയ്യുന്നത്? പിന്നെ മറ്റൊരു കാര്യം, പത്രത്തിൽ ഞാനൊരു പ്രിന്റ് ജേർണലിസ്റ്റാണ്. എന്റെ വീട്ടിലും ഹിന്ദു ഉണ്ട്. ഇന്ന് ഹിന്ദു 3:57 ഓൺലൈനിൽ ഈ സാധനം അവർ റിമൂവ് ചെയ്തു, ആ പാരഗ്രാഫ് റിമൂവ് ചെയ്തു. പക്ഷെ എന്റെ വീട്ടിൽ ഇന്നലെ വന്ന സെപ്റ്റംബർ 30 പത്രത്തിൽ ഈ സാധനം ഉണ്ട്. ഹിന്ദുക്കാർ വന്ന് മായ്ക്കും റബ്ബർ വെച്ചിട്ട്. മായ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് ഞങ്ങളെ പ്രിന്റ് ജേർണലിസ്റ്റുകളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇന്നത്തെ വാർത്ത നാളത്തെ ചരിത്രമാണ്. അതങ്ങനെയാണത് നോക്കുന്നത്. അപ്പൊ വളരെ തെറ്റായ ഒരു നറേഷൻ, മലപ്പുറംകാർ മൊത്തം ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിലെ നറേഷൻ ഒരു മുഖ്യമന്ത്രി, ഒരു ഏജൻസി അങ്ങോട്ടാ പോയത്. മുഖ്യമന്ത്രിയാണ് ഹിന്ദുവിനോട് പോയി ചോദിച്ചത്. അത് മാത്രമല്ല, ഈ P ശശി 1-ാം നമ്പർ പെൺപിടിയിലാണ്, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവനാണ്. അതൊക്കെ കേസ് PV അൻവർ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്നും മൂപ്പര് നോക്കിയിട്ട് പോലുമില്ല. എന്നിട്ട് പറയുന്നത് നിയമ നടപടികൾ എടുക്കും. ഒന്നും എടുക്കുന്നില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഇയാളെ ജയിലിലാവും. ഇവിടെ സ്വർണം കടത്തുന്നതും ഹവാല പണം കൊണ്ടുപോകുന്നതും രാജ്യസ്നേഹപരമായ നടപടിയാണ്. അതിനു നേരെ പോലീസ് കണ്ണടക്കണം എന്ന് ആർക്കെങ്കിലും പറയാനാവുമോ? ആർക്കും പറയാനാവൂല. ആരും പറഞ്ഞിട്ടുമില്ല.
ഇല്ലാത്തത് പറയരുത്. പിന്നെ രാജ്യസ്നേഹത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കാൻ നല്ലത്. അതാണല്ലോ ഇപ്പൊ ഈ കണ്ടത് മുഴുവനും. അതായത് നിരപരാധികളെ മയക്കുമരുന്ന് കള്ളക്കേസിൽ കൊടുക്കുക, എന്നിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, പോലീസുകാർക്കെതിരെ ആരെയും എന്തും പറയുന്നത് കണ്ടാൽ അയാളെ വെടിവെച്ചു കൊല്ലുക, പിന്നെ ചിലവരെ അപ്രത്യക്ഷമാക്കുക. മാമി കേസൊക്കെ അതാണ്. ദിയാൻ കേസ് എന്താണ്? പോലീസുകാർ കൊന്നതാണ്. അപ്പൊ ഈ വക സംഗതികളെ കുറിച്ചാണ് പി വി അൻവർ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ എല്ലാതും ഭംഗിയായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഞാനല്ലേ ആഭ്യന്തരമന്ത്രി, അപ്പൊ പിന്നെ എല്ലാവരും സുന്ദരമാണ്, വളരെ സുഗമമായ രീതിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് പാച്ച കള്ളം പറയാണ്. പോലീസിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുള്ള വേഗം പറയും നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. ഓ റിയലി? അതുകൊണ്ട് തന്നെ അത്തരം നടപടികള് സ്വാഭാവികമായും കൂടുതൽ ശക്തമായി തുടരുക എന്നത് തന്നെയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ? കൂടുതൽ ശക്തമായിട്ട് കൊള്ളടിക്കുന്നു. ഓൾറെഡി കൊള്ളസംഘം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണല്ലോ ഈ പി വി അൻവർ തുറന്നു കാണിച്ചത്. അപ്പൊ ഇനി അത് ശക്തമായിട്ട് നടക്കും. എന്നുവെച്ചാൽ ഇപ്പൊ കോടീശ്വരന്മാരൊക്കെ മൾട്ടി ബില്യണർമാരാവും എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണല്ലോ അജിത് കുമാർ ഒന്നും മാറ്റാത്തത്. അയാൾ കോടികൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ 50% ഇയാൾക്ക് കിട്ടും. ആ ഒരു സന്തോഷം കൊണ്ടാണ് അവരൊന്നും മാറ്റൂല്ല, ഇനി ശക്തമായിട്ട് ഇനി നടപടി എടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത്. ജനങ്ങൾക്ക് ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല എന്നാണ് ഇയാൾ കരുതി വെച്ചിട്ടുള്ളത്. ജനങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് എല്ലാതും മനസ്സിലാവുന്നുണ്ട്. ഈ കള്ളത്തരത്തിനെ കുറിച്ചിട്ട് പി വി അൻവർ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ ഇവന്മാരുടെ അടുത്ത് മറുപടി ഇല്ല. ആകെയുള്ള മറുപടി എന്താണ്? കൈയും കാലും വെട്ടിയെടുത്ത് കടലിൽ എറിയും, വേറെ ഒന്നും തന്നെ ഇല്ല. ഈ പിടിച്ച സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് അന്വേഷിക്കേണ്ടതാരാ? ഈ സ്റ്റേറ്റ് പോലീസ് അല്ലേ? ഈ ഡാൻസ് ഓഫ് ടീം അല്ലേ? ചെയ്തോ? കസ്റ്റംസ് ആണെങ്കിൽ വെറുതെ ഇരിക്കുവോ? കൊടുത്തു വിട്ടത് പോയി അന്വേഷിക്കും, കൊടുക്കുന്നവനെ അറസ്റ്റ് ചെയ്യും, കേസിന് ബുക്ക് ചെയ്യും. 108 പ്രകാരമുള്ള കസ്റ്റംസ് ആക്ട് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കും. ആ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ വാലിഡ് ആണ്. അവൻ കുറ്റവിചാരണ ചെയ്യപ്പെടും, ജയിലിൽ അടക്കപ്പെടും. ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വർണം മാത്രം അടിച്ചു പോവാ, വേറെ ഒരു കടലാസുമില്ല. എന്താണ് മുഖ്യമന്ത്രി അന്ന് നടത്തിയ പത്രപ്രസ്താവന? കണ്ടില്ലേ? ഈ പി വി അൻവർ പറയുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. അതിനെക്കുറിച്ച് ഒരൊറ്റ പിണറായിയുടെ അടിമയോ പിണറായിയോ ഒരു അക്ഷരം പറയുന്നുണ്ടോ നോക്കിയേ. എന്നിട്ട് ഇയാളെ ഭീഷണിപ്പെടുത്തുക, കൊല്ലുന്ന് പറയാ. അങ്ങനെയൊക്കെ പറഞ്ഞാല് ഈ പറയുന്ന ഈ ആരോപണങ്ങൾ ഇല്ലാതാവുമോ? ഇതിനെക്കുറിച്ച് ജനങ്ങൾ അറിയാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ടാണ് പി വി അൻവർ ഒരു സമ്മേളനം നടത്തിയപ്പോൾ അവിടെ മുഴുവൻ ജനങ്ങളും കുത്തിത്തിരികെ പോയിട്ട് 20,000-ലും കൂടുതൽ ജനങ്ങളാ പോയത്. എന്നിട്ട് ഈ പിണറായിയുടെ അടിമകൾ എന്ന് പറഞ്ഞ് 2,000 ആളെ വന്നുള്ളൂ എന്ന് പറഞ്ഞു. 2,000 ആളാണോ വന്നത്? ഒരിക്കലല്ല, 20,000-ലും കൂടുതൽ ആൾ വന്നിട്ടുണ്ട്. ആ വന്നവരിൽ തന്നെ ഭൂരിഭാഗവും സഖാക്കൾ തന്നെയായിരുന്നു. എന്നിട്ട് അതും നുണ പറഞ്ഞുകൊണ്ട് സഖാക്കൾ വന്നിട്ടേ ഇല്ല, മുസ്ലിം ലീഗാ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടുകഥകൾ ഉണ്ടാക്കി. സത്യത്തില് ഈ പിണറായി വിജയന്റെയും അയാളുടെ കൊള്ളസംഘത്തിന്റെ മറ്റുള്ള അംഗങ്ങള്, ഈ അജിത് കുമാർ മുതൽ താഴോട്ടങ്ങട്ട് സുജിത് ദാസ്, ശശിധരൻ, പിന്നെ ആ തട്ടന്മാര്, കൊണ്ടോട്ടിന്റെ തട്ടന്മാര് മുഴുവൻ ഇവരെല്ലാരും കൂടി ഒത്തു കളിക്കുന്ന ഒരു കളിയാണ്. അതുകൊണ്ടാണ് ഈ പി വി അൻവർ പറയുന്ന ഒരു കാര്യവും പോലീസ് അന്വേഷിക്കാത്തത്. കാരണം പോലീസ് അന്വേഷിക്കില്ല, അന്വേഷിച്ചാൽ പോലീസുകാർ തന്നെ ജയിലിലാവും, പിണറായി ജയിലിലാവും. അപ്പൊ അതുകൊണ്ടാണ് അവര് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് വേറെ റൂട്ടിലാണ് സംസാരിക്കുന്നത്, ഈ വക പ്രശ്നങ്ങൾ തൊടാതെ. അതിനെ കുറിച്ചാണ് പി വി അൻവർ തുടർന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ നിയമവും വകുപ്പും അനുസരിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളെ കൊണ്ട് സർക്കാർ സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുള്ള രീതിയിൽ കൃത്യമായിട്ടാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ട് നടത്തിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത്? അന്ന് അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയെ കുറിച്ച്, ഞാൻ 2 ദിവസം ഉണ്ടാകാൻ നടന്നു, ഇത് ആ ഒരു രീതിയിലേക്ക് പോകണ്ടെന്ന്. ഇപ്പൊ എന്താ സ്ഥിതി? എന്നെ വർഗീയവാദിയാക്കുക. എന്റെ സ്മൃതി കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. എത്ര ഹൈന്ദവ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു സംഖ്യയാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, ഈ രീതിയിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ അവനെ പുറത്താക്കി. അവൻ ഹിന്ദു ആണെങ്കിൽ എന്താ പിന്നെ ദേശാഭിമാനി വരുന്ന പ്രസ്താവന? അവൻ സംഖ്യയാണ്, അത് പുറത്താക്കി. ഒരു മുസൽമാൻ പോയാൽ അവൻ വർഗീയവാദിയാണ്, അവൻ ജമാഅത്ത് ഇസ്ലാമിയാണ്, അവൻ സുഡാപ്പിയാണ്. എത്ര ആളുകളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പറയുന്ന വർഗീയ സംഘടനകൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി. ഇപ്പൊ ഈ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഇതുപോലെ ആരെങ്കിലും ഈ പിണുവിനോടോ പിണുവിന്റെ അടിമോടോട് ചോദിച്ചാൽ ഉടനെ പറയും, പേര് നോക്കുക ആദ്യം. മുസ്ലിം പേരാണെങ്കിൽ സുഡാപ്പിയാണ്, തീവ്രവാദിയാണ്. ഹിന്ദു പേരാണെങ്കിൽ RSS സംഖ്യയാണ് പറയും. അങ്ങനെ ഇത് കേൾക്കുന്നവരെന്ത് ചെയ്യും? അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞിട്ട് ഈ വർഗീയവാദ പ്രസ്ഥാനങ്ങളിലേക്ക് എല്ലാവരും പോകും.
അങ്ങനെ ഒരുപാട് ആൾക്കാരനെ ചവിട്ടി എത്തിച്ച ആൾക്കാരാണ് ഇവര്. ഇവരുടെ ആഗ്രഹം തന്നെ, ഈ പിണുവിന്റെ ഒക്കെ ആഗ്രഹം തന്നെ ജനങ്ങൾ വർഗീയവാദികളായിട്ട് പരസ്പരം തല്ലണം. അങ്ങനെ തല്ലുമ്പോൾ ഇവർക്ക് എത്ര പണിലും കക്കാലോ. പിന്നെ ആരും ചോദിക്കൂലല്ലോ, എല്ലാവരും ഈ തല്ലിലല്ലേ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതാണ് ഈ ലക്ഷ്യം. പിന്നെ ഈ പിണറായിയും കൂട്ടറും കോടികൾ കട്ടയിന് വല്ല കണക്കുണ്ടോ? 2 വെള്ളപ്പൊക്കം, ഒരു കോവിഡ്, പിന്നെന്തൊരു മിനി സുനാമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ തട്ടി അങ്ങനെ കോടികൾ അകത്താക്കിയിരിക്കുകയാണ്. പിന്നെ ഈ എന്താണ് കുളത്തറ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു മുമ്പ്, അവർക്ക് 10 പൈസ കൊടുത്തില്ല. പിന്നെ ഇപ്പതാ വയനാട് ദുരന്തം, അതിലത്തെയും കോടികൾ അടിച്ചു മാറ്റി, അതിലിപ്പോ 200 കോടി പിരിച്ചു കിട്ടി. പിന്നെ ഇപ്പൊ കേന്ദ്രം എത്ര 147 കോടി വേറെയും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ പോവും? ഈ പൈസ ഒക്കെ ധാരാളമാണ് അവിടുത്തെ എല്ലാവർക്കും നല്ല നല്ല വീട് വെച്ച് കൊടുക്കാന്. പക്ഷെ 5ന്റെ പൈസ അവർക്ക് കൊടുക്കൂല. ഇതൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാല് പിന്നെ പറയും നീ തീവ്രവാദി അല്ലടാ എന്ന് ചോദിക്കും. എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ PV അൻവറുടെ സമ്മേളനങ്ങൾ ഉണ്ടല്ലോ, അതിൽ വന്നത് ഭൂരിഭാഗവും സഖാക്കൾ തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും പിണുവിന്റെ അടിമകള് അംഗീകരിച്ച് തരൂല. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇടാണ്. എന്താണ് ജനങ്ങൾ പറയുന്നത്? എല്ലാവരും തന്നെ ഈ പിണു സർക്കാരുമായിട്ട് വളരെ ദേഷ്യത്തിലാണ്. പിണറായി വിജയന്റെ സർക്കാരുണ്ടല്ലോ, അത് വെറുത്തിരിക്കുന്ന ജനങ്ങൾ. ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ തന്നെ. ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ പിന്നെ കൊള്ളാഴ്ച ഞങ്ങൾ അവനാ വണ്ടി എടുത്താണ് പോന്നിക്കാണ്. പക്ഷെ അതൊക്കെ വരും ചെയ്യും. എല്ലാവർക്കും ഇത് പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് PMLA പാർട്ടി CPM ആളുകളോട് വരരുത്, ഇതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് അവനാ തീരുമാനിക്കുന്നതാണ്. ആരങ്ങനെ ഉത്തരവിട്ടിട്ടും കാര്യമില്ല. ഞങ്ങൾ വരും, ഞങ്ങൾ ഇത് വിജയിപ്പിക്കും. അൻവർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കും. അതെന്തൊരു ഒരു പാർട്ടി ഉണ്ടാക്കിയത് നിങ്ങൾ അതിലുണ്ടാവും. അൻവർ ഏത് പാർട്ടി? നേരത്തെ ഏത് പാർട്ടി? CPI-യും CPM ഒക്കെ ഇപ്പൊ അൻവറിനൊപ്പം നിലമ്പൂർ 100% ഉണ്ടാക്കിയാല് ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നിടത്തോളം ഞങ്ങളും ഉണ്ടാക്കും. അതന്നെ. അപ്പൊ ഈ പാർട്ടി വലുതാക്കും. അൻവർ ഉണ്ടാക്കുന്ന പാർട്ടി എവിടെന്നാ വരുന്നത്? നിലമ്പൂർ. പാർട്ടി മെമ്പർ ആയിരുന്നു? പാർട്ടി മെമ്പറല്ല, പാർട്ടി അൻവറിന് വേണ്ടി വോട്ട് ചെയ്ത ആളാണ്. അൻവറിനൊപ്പം. അൻവർ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടി അൻവറിന്റെ സത്യസന്ധമായ നിലപാടിനാണ് ഞങ്ങൾക്ക്. അതായത് ജനങ്ങൾ മുഴുവൻ നിലകൊള്ളുന്നത് സത്യസന്ധരായ ആൾക്കാരുടെ കൂടെയാണ്. ഏതായാലും ഈ PV അൻവർ അത്ര വലിയ സത്യസന്ധനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ നിന്ന് ഈ സംസാരത്തിൽ തന്നെ മനസ്സിലായി നിരവധി പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ പോലും PV അൻവറിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരടക്കം പറയുന്നത് PV അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ കൂടെ പോകും. എന്നിട്ട് ഈ ഭാഗം കാണിക്കാതെയാണ് വന്നത് മുഴുവൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പികളാണെന്നൊക്കെ പറഞ്ഞ് പാച്ച കള്ളം പിണുവിന്റെ അടിമകൾ പറഞ്ഞുകൊണ്ട് നടന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, PV അൻവർ ചോദിച്ച കാര്യങ്ങൾ, ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഇവരുടെ മറുപടി ഇല്ല. ആ മറുപടി ഇല്ലാത്തത് കൊണ്ട് ട്രാക്ക് മാറ്റിയിട്ട് ജനങ്ങൾക്ക് അറിയണ്ടാത്ത കാര്യങ്ങൾ, ജനങ്ങൾ ചോദിക്കാത്ത കാര്യങ്ങളാണ് വെറുതെ വളവളാന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.